ശ്രീ അസ്ലം ബക്കർ എന്താണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുക വഴി മുന്നോട്ട് വെക്കുന്നത്? ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞു, എനിക്ക് ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചും മുഹമ്മദ് റിയാസിനെ കുറിച്ചും VD സതീശനെ കുറിച്ചും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ നിലമ്പൂർ അങ്ങാടിയിൽ ഒരു TV വെച്ച് ഞാൻ ഇതുവഴി കാണിക്കും എന്ന് ആരും കാണിക്കേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊക്കെ വരുമ്പോൾ മൂന്നാംകിട ബ്ലാക്ക് മെയിലിംഗ് വർത്തമാനങ്ങളാണോ പറയേണ്ടത്? കുറച്ചുകൂടി കാമ്പുള്ള കാര്യം. 9 കൊല്ലം അവിടെ MLA ആയിരുന്ന ആളല്ലേ, അതല്ലേ ജനങ്ങൾ പ്രതീക്ഷിക്കുക? ശ്രീ അസ്ലം, അതൊരു ബ്ലാക്ക് മെയിലിംഗ് വർത്തമാനമല്ല. ആവശ്യമാണെങ്കിൽ അത് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ അത് പറയാനും അത് പറയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ TV-യിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഞാൻ തെളിവ് സഹിതം പറയുമെന്നാണ് PV അൻവർ ഇന്ന് പത്രക്കാരോട് പറഞ്ഞത്. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആവശ്യമായി വന്നാൽ പറയുമെന്നാണ്. ആർക്കാണ് ആവശ്യമായി വരിക? അദ്ദേഹത്തിന് തീർച്ചയായിട്ടും PV അൻവർ പറയും. ശ്രീ അസ്ലം ബക്കർ കഴിഞ്ഞ 8 മാസമായി ഇപ്പൊ പറയും, ഇപ്പൊ പൊട്ടിക്കും, ഈ രേഖ എന്നൊക്കെ പറയുന്നു. ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ പറയുന്ന വാഗൊണ്ട് പറയുന്ന ബഡായികളല്ലാതെ നമ്മളൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെ ഇനിയും നിലമ്പൂരിലെ ജനവും ടെലിവിഷൻ വഴി കേരളം മുഴുവനും സഹിക്കണമെന്നാണോ? അല്ല അഭിലാഷ്, അങ്ങനെ ഒരു ആള്, പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിന്റെ ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങളത് പറയാൻ പാടില്ല. PV അൻവർ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം മുതൽ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായിട്ട് കേരള നിയമസഭയിൽ തെരഞ്ഞെടുത്ത PV അൻവർ, നിലമ്പൂരിൻ്റെ MLA ആയ PV അൻവർ എന്തായിരുന്നു കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്? ആ കാര്യങ്ങളെല്ലാം തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. PV അൻവർ ഒരു അടിസ്ഥാനരഹിതമായിട്ട് ആ സമയം മുതൽ തന്നെ ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ആദ്യം മുതൽ പറഞ്ഞ പോലീസിൻ്റെ പ്രശ്നം, കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നീടുള്ള ഓരോരോ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലായതാണ്. എന്താണ് പോലീസിന്റെ നിലപാടുകൾ, പോലീസ് എന്താണ് സ്വീകരിക്കുന്നത്, മലപ്പുറം ജില്ലയെ പറ്റി എന്താണ് വരുത്തി തീർക്കുന്നത്, എല്ലാം നമ്മൾ മനസ്സിലാക്കിയ. ഇതിനൊക്കെ വെറുതെ പറഞ്ഞതാണ്, നമ്മൾ പറയാൻ പാടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ലോറിയും ഇല്ല, പൈസയും ഇല്ല. കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു, പിണറായി വിജയനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അന്തരീക്ഷത്തിലേക്ക് ഇപ്പോ ആരെങ്കിലും ഒക്കെ അന്തരിക്കുമ്പോ ആകാശത്തേക്ക് പോലീസ് വെടിവെക്കുന്നത് പോലെയാണ്. അഭിലാഷ് ഞാൻ ചോദിച്ചോട്ടെ, ഈ സുജിത് ദാസ് മലപ്പുറം സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്ന സുജിത് ദാസുമായിട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണം എല്ലാവരും കേട്ടതല്ലേ? കേരളത്തിലെ ജനങ്ങൾ കേട്ടതല്ലേ? ഒരു IPS ഉദ്യോഗസ്ഥൻ എന്താണ് ഒരു MLA-യോട് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? അന്ന് ശരിക്ക് SP, അതായത് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് പറയുന്നത് കേട്ടിട്ട് അദ്ദേഹം എന്ത് പണി എടുക്കാൻ വേണ്ടിയിട്ടു നിങ്ങൾക്ക് ഞാൻ വഴിപ്പെട്ടവനായിട്ട് ജീവിക്കും, എൻ്റെ സർവീസ് അവസാനിക്കുന്നത് വരെ നിങ്ങൾ പറയും പോലെ എന്താ നിങ്ങളെ കാലിന്റെ ചുവട്ടിൽ ഞാൻ ഉണ്ടാകും എന്നൊരു തരത്തിലല്ലായിരുന്നു. അത് വെറുതെ പറഞ്ഞതാണോ? ഇവിടുത്തെ മീഡിയകളിലെല്ലാം തന്നെ ഫോൺ റെക്കോർഡ് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടല്ലേ ജനങ്ങളോട് സംസാരിച്ചത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും, അത് പുറത്തു അല്ലെങ്കിൽ അതിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവാതിരിക്കാൻ ഞാൻ അങ്ങയുടെ കാൽ കീഴിൽ ആജീവനാന്ത കാലം കഴിഞ്ഞോളാം, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് മലപ്പുറത്ത് SP ആയിരുന്ന ആൾ പറഞ്ഞ ഓഡിയോ സന്ദേശം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബാക്കി അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഓഗസ്റ്റിൽ തന്നെ ഈ പോലീസിന്റെ പ്രശ്നം പറയുമ്പോൾ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട് പട്ടണത്തിലാണ്. കോഴിക്കോട് പട്ടണത്തിലെ മാതൃഭൂമി ചാനലിലെ സ്റ്റുഡിയോയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടുന്ന് കാണാതായ ഒരു ബിസിനസ്സുകാരുണ്ടായിരുന്നു. മാമി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റുകാരൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എല്ലാവരും മറന്നപ്പോൾ, പോലീസിൻ്റെ അടുത്ത് യാതൊരു നീതിയും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ, അതായത് ആക്ഷൻ കമ്മിറ്റിക്കാർ PV അൻവറിനെ പോയി കാണുകയും അന്ന് അദ്ദേഹം പറഞ്ഞ പോലീസിനെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് പലതും ശരിവച്ചിട്ടുണ്ട്. DGP, അതായത് കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന DGP മുഖ്യമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ടിന്റെ 33ാമത്തെ പോയിന്റ് പറഞ്ഞത് പോലീസ് എങ്ങനെയാണ് മാമി കേസിൽ ഇടപെട്ടതെന്ന് പറയുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങൾക്ക് ശരിക്കും അത് പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ഓരോരോ കാര്യത്തിൽ ഓരോരോ സബ്ജക്റ്റ് എടുത്ത് പോലീസ് ഈ നാട്ടിൽ ചെയ്തു തീർക്കുന്ന ചില ചെയ്തികൾ അൻവർ സബ്ജക്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണല്ലോ.
എല്ലാ കാര്യം ബോധ്യപ്പെട്ടല്ലേ? പിന്നെ അൻവർ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ജനങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അഭിലാഷ്. അതുകൊണ്ട് തന്നെയാണ് അൻവർ മത്സരരംഗത്ത് ഇറങ്ങിയതും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബഹുമാനനായ PV അൻവർ ഇപ്പോൾ മത്സരരംഗത്ത് ഇറങ്ങി. അപ്പോൾ അത് ഉണ്ടയില്ല വെടിയല്ല, പറയുന്നതെല്ലാം ശരി തന്നെയാണ്. അത് ആകാശത്തേക്ക് വെടിവെക്കും പോലെ അല്ല, ഇത് ജനങ്ങളുമായിട്ട് ഇഴകിച്ചേർന്ന് ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അൻവർ ഈ സമൂഹത്തോട് പറഞ്ഞത്. ആരുടെ നെഞ്ചത്താണ് കൊള്ളുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം.